കോൺഗ്രസിൽ ഇന്ന് കണ്ടവരെ നാളെ കാണുമോ എന്ന സ്ഥിതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 12 മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസ് വിട്ട് BJP-യിലെത്തിയത്. ഇനിയും ആളുകൾ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. എന്തെല്ലാം ലജ്ജാകരമായ കാര്യങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പത്മജയ്ക്ക് പുറമെ പത്മിനി തോമസ്, തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷ് എന്നിവരടക്കമുള്ളവർ BJP-യിൽ ചേർന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. ഇനി എത്ര ആൾ പോകാനുണ്ട് ആർക്കറിയാം. ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും BJP-യിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി. അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത്. ആകെ 12 രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ BJP-ക്കകത്തുള്ളത്. പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന അധ്യക്ഷന്മാർ, അതോടൊപ്പം AICC-യുടെ പ്രധാനികൾ, എത്രയെത്ര പേര്. എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതലത്തിലുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഇങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലും ആയാറാം കയറാം. അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം, പഴകുളം മധു കോൺഗ്രസ്, സന്ദീപ് വാര്യർ BJP, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ പഴകുളം മധു, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടു. മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് വിരോധിയാണ്. അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നതിന് ശേഷം ഇന്ത്യയിൽ ഈ പാർട്ടിക്കുണ്ടായിട്ടുള്ള എല്ലാ അപജയത്തിൻ്റെയും കാരണം കോൺഗ്രസ് എങ്ങനെയെങ്കിലും നശിച്ചു പോകണം, മുടിഞ്ഞു പോകണം എന്നുള്ള വികലമായ ചിന്തയാണ്. 64 ഈ പാർട്ടി രണ്ടായിട്ട് പിളർന്നു. എന്നിട്ട് CPM അന്ന് മുതൽ ചൈനീസ് പക്ഷപാതികളാണ്. 1942 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൻ്റെ കാലത്ത് ഗാന്ധി നേരിട്ട് സമരത്തിന് വിളിച്ചിട്ട് പോലും ആ സമരത്തിൽ പങ്കെടുക്കാത്ത ആൾക്കാർ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ജർമ്മനിയുടെ പക്ഷം ചേർന്ന് ബ്രിട്ടൻ്റെ നിലപാട് മാറ്റം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടനെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളും പിൻവലിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. ഏറ്റവും വലിയ ചതിയന്മാരാണ്. അവർക്ക് കോൺഗ്രസ് തകരണം, കോൺഗ്രസ് ആണ് ബൂർഷ്വാ പാർട്ടി, അത് പൊളിയണം, തകരണം, അത് തകർന്നാൽ ഇന്ത്യ മോചനം നേടും എന്ന് പറഞ്ഞു വന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ വക്താവും ഗുണഭോക്താവുമാണ് ഇന്ന് കേരളത്തിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഇന്ന് പറഞ്ഞത് കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളുടെ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന V. വിശ്വനാഥ മേനോനാണ് ഇന്ത്യയിലാദ്യം ഒരു പേരും പെരുമയുള്ള നേതാവ് BJP ചേരുന്നത്. V. വിശ്വനാഥ മേനോൻ അറിയാമല്ലോ. അദ്ദേഹം ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമക്കേസിലെ പ്രതിയായിരുന്നു, ഓർക്കണം. അങ്ങനെ ഒരു മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ഭൂതകാല കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള വിശ്വനാഥ മേനോൻ CPM-ൽ ചേർന്നു. CPM-ൽ വിട്ട് BJP ചേർന്നു. എറണാകുളത്ത് പാർലമെന്റിൽ മത്സരിച്ചു. മിണ്ടാട്ടമില്ല. വിശ്വനാഥ മേനോനെ അറിയില്ല പിണറായി വിജയന്. അതിനുശേഷം അൽഫോൺസ് കണ്ണന്താനം എന്നൊരാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് കുളിപ്പിച്ചൊരുക്കി ഒരു ബ്യൂറോക്രാറ്റിനെ പഠിപ്പിച്ച് മിടുക്കനാക്കി രാഷ്ട്രീയക്കാരനാക്കിയിട്ട് MLA ആക്കിയിട്ട് നേരെ BJP-ക്ക് കൊടുത്തു. BJP അയാളെ കേന്ദ്രമന്ത്രിയാക്കി. തിരിച്ചു വന്നപ്പോൾ BJP-കാരനായ കേന്ദ്രമന്ത്രിക്ക് വിരുന്ന് കൊടുത്ത ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ശ്രീ CK പത്മനാഭൻ ഉൾപ്പെടെ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, BJP പോയി. എത്രയോ പേർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് CPM-ൽ പോയിരിക്കുന്നു. എത്രയോ പേരെ അവർ ദാനം കൊടുത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് അവർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഒരു വലിയ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് നേതാക്കന്മാർ തന്നെയുണ്ട് ഇന്ത്യ മുമ്പാട്. അതിൽ കുറച്ചുപേർ ഈ അടുത്ത സമയത്ത് BJP-യുടെ കോൺഗ്രസ് വിരുദ്ധത, ഇവർ കാണിക്കുന്ന അതേ മോഡലിൽ ആ കോൺഗ്രസ് വിരുദ്ധത മൂലം കുറേ ആൾക്കാർ BJP-യുടെ ഭീഷണിക്ക് വശംവദരായി, BJP-യുടെ ആ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയിൽ കുടുങ്ങി, ചില കേസുകൾ കുത്തിപ്പൊക്കി അവരുടെ സ്വത്തന്വേഷണത്തിലേക്ക് വരുത്തി കുറേ പേരെ കൊണ്ടുപോയിട്ടുണ്ട്. സത്യമാണ്, ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. പക്ഷേ 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസും പാർട്ടി നേതാക്കന്മാരും പാർട്ടി അക്കൗണ്ടും ഒന്നുപോലെ കടലൊഴുക്കും പോലെ കൊണ്ടുപോയി ചേർന്നത് BJP-യിലാണ്. അവസാനം പോയ ആൾ ജ്യോതിർമയി സിക്തറാണ്. എത്രയോ പേർ പോയിരിക്കുന്നു. ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടലെടുത്തുകൊണ്ട് പോയി. എങ്ങോട്ടാണ് പോയത്? BJP-യിലേക്ക്. ഉളുപ്പില്ലായ്മയാണ് CPM നേതാക്കന്മാരുടെ ഒരു മുഖമുദ്ര. അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇപ്പോൾ ആരാണ് പോയത്? തിരുവനന്തപുരത്ത്
ഒരാളുടെ പേര്. അദ്ദേഹം ആരായിരുന്നു? ഇവരാരെല്ലാമാണ്? രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, കെ സുധാകരൻ എല്ലാം BJP പോകുന്നതല്ല പറഞ്ഞു. ഏത് CPM പാർട്ടിയുടെ നുണപ്രചരണം കേരളത്തിൽ BJPക്ക് ഒരു അന്തസ്സുണ്ടാക്കി കൊടുക്കാൻ 1967 ജനസംഘത്തിന്റെ പിന്തുണയോടെ സഹായത്തോടെ കേരളത്തിൽ ആദ്യ MLA ആയ പിണറായി വിജയന് ഒരു BJP ഭക്തിയുണ്ട്, RSS സ്നേഹമുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. KG മാരാർ ഇലക്ഷൻ ആദ്യം മത്സരിക്കുമ്പോൾ KG മാരാരുടെ ചീഫ് ഏജന്റ് ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSനെ വളർത്തുന്നതും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1989 VP സിംഗിനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ അന്ധമായ കോൺഗ്രസ് വിരോധം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ 2 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന BJPയെ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാക്കി വളർത്തിക്കൊണ്ട് വന്നത് EMSന്റെയും ഹർകിഷൻ സിംഗ് സൂർജിത്തിന്റെയും ഒക്കെ അടക്കമുള്ള LK അദ്വാനി, വാജ്പേയി തുടങ്ങിയവരുള്ള അത്താഴ വിരുന്നും സഹയാത്രകളും കൂടിച്ചേരലുമായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളമിട്ട് കൊടുത്തത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിന് കോൺഗ്രസിന്റെ മറുപടിയാണ് ഇപ്പോൾ കേട്ടത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിനെ ഒരു ശരിയായ ജനാധിപത്യ പ്രസ്ഥാനമാക്കി മാറ്റി തീർക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് സോഷ്യലിസ്റ്റുകാരായി മാറിയത്, പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് കോൺഗ്രസിൽ ചേരരുതെന്നല്ല, കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കണം. ആ കോൺഗ്രസിന് ഒരു വിപ്ലവ സംഘടനയായി പുനഃസംഘടിപ്പിക്കണം. അങ്ങനെയാണ് മൗലാന ഹസ്രത്ത് മൊഹാനിയും സ്വാമി കുമാരാനന്ദയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചെന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ പ്രമേയം കോൺഗ്രസിൻ്റെ ലക്ഷ്യമാകണമെന്ന് അംഗീകരിച്ചത്. നീണ്ടുപോകത്തില്ല. പക്ഷെ ചരിത്ര വിരുദ്ധത പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ ചരിത്ര വിരുദ്ധത ഒരു ദീർഘനേരം കൊണ്ട് ഒരാൾ പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിനകത്ത് നമ്മൾക്ക് കാണാൻ കഴിയും ലാല ലജപത് റായ്, ഹിന്ദു ഈസ് എ സ്റ്റേറ്റ് എന്ന് 1902 പറഞ്ഞ ലാല ലജപത് റായിയെ കാണാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഇന്ന് ഹിന്ദുത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എത്രയോ നേതാക്കളെ നമുക്ക് കാണാം. മദൻ മോഹൻ മാളവിയെ കാണാം. പിണറായി വിജയനാണോ മദൻ മോഹൻ മാളവിയ ഇവിടെ സൃഷ്ടിച്ചത്? ആരാ മദൻ മോഹൻ മാളവിയ? നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പഠിച്ചാൽ കേരള കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ ഈ BJPയിലേക്ക് കോൺഗ്രസ് പോകുന്നതിന്റെ ഒത്താശ ചെയ്യുന്നത് CPM ആണ് എന്നാണ്. അവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഉപ്പുവെച്ച കലം പോലെ ഇല്ലാതായത്? അതിന് 2 ചരിത്രഘട്ടങ്ങളുണ്ട്. 1936 സംസ്ഥാന നിയമസഭകളിൽ ആദ്യമായിട്ട് 35 കോൺസ്റ്റിറ്റ്യൂഷൻ ശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. 36 അധികാരമേറ്റ കോൺഗ്രസ്സുകാർ അഴിമതിയുടെ കൂമ്പാരങ്ങളായി മാറി. 1938 കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് എഴുതി മഹാത്മാഗാന്ധി എഴുതി, ഹരിജനിൽ എഴുതി, ഈ കോൺഗ്രസ് പിരിച്ചുവിടണം. ഇവർ ഈ പുതുവെള്ളം വരുമ്പോൾ ഊത്ത കയറുന്ന പോലെ അങ്ങ് കയറി അഴിവ് നടത്തിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം 1938 എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടാ, പിണറായി വിജയൻ പറഞ്ഞിട്ടാ, മഹാത്മാഗാന്ധി പറഞ്ഞതാണേ. തീർന്നില്ല. 1947 സ്വാതന്ത്ര്യം കിട്ടി. 48 അയോധ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഫൈസാബാദിലെ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ ആചാര്യ നരേന്ദ്രദേവിനെ പരാജയപ്പെടുത്താൻ അന്ന് അയോധ്യയിലേക്ക് അവിടുത്തെ ബാബറി മസ്ജിദിനകത്തൊരു വിഗ്രഹം ഒളിച്ചു കിടത്തുന്നു. അന്ന് നെഹ്റു ഗോവിന്ദ വല്ലഭൻ എഴുതിയ കത്തുണ്ട്. ആ കത്ത് വായിച്ചറിയാം. എനിക്കറിയാവുന്ന UP, എനിക്കറിയാവുന്ന ഉത്തർപ്രദേശ് എനിക്ക് അപരിചിതമായിരിക്കുന്നു. വർഗീയത കോൺഗ്രസിൻ്റെ ശരീരത്തിൽ അധിനിവേശിച്ചിരിക്കുന്നു. ഞാൻ പറയുന്ന കോൺഗ്രസ് ലെറ്ററാണ്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ കാര്യമല്ല. ഞാൻ നെഹ്റുവിനെയാണ് ഉദ്ധരിക്കുന്നത്, മഹാത്മാഗാന്ധിയെ ഉദ്ധരിക്കുന്നത്. അങ്ങനെ നെഹ്റുവിൻ്റെ കാലം മുതലും മഹാത്മാഗാന്ധിയുടെ കാലം മുതലും കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഉത്തരവാദിത്വമുള്ള CPMന് ഒരു പുതിയ ചരിത്രകാരൻ വന്നിരിക്കുന്നു. ഞാൻ നെഹ്റുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്, ഗാന്ധി ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന പത്മജ വേണുഗോപാൽ BJPയിൽ ഇടനിലക്കാരനായതുകൊണ്ടാണ് അതിന് പിണറായിയുടെ ഒത്താശ ഉണ്ടായിരുന്നു. 1. 2, കഴിഞ്ഞ ദിവസം
ഒരു വെളിപ്പെടുത്തൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നെ ഒരു ദല്ലാൽ നന്ദകുമാർ വന്ന് കണ്ടിരുന്നു. EP ജയരാജനുമായിട്ട് ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി തന്നോട് നിർദ്ദേശിച്ചിരുന്നു. വേറെ ആരുമല്ല, KPC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസാണ്. രണ്ടുപേരും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി ലോക്നാഥ് ബെഹ്റ അത്ര വലിയ പ്രമാണിയാണോ? ഞാനൊരു കണക്ക് പറയാം. 117 MP-മാരാണ്, മുൻ MP-മാരാണ് BJP-യിലേക്ക് പോയത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിൻ്റെ. ലോക്നാഥ് ബെഹ്റയുടെ കഴിവാണോ? 215 മുൻ MLA-മാർ BJP-യിലേക്ക് പോയി. 7 AICC അംഗങ്ങൾ BJP-യിലേക്ക് പോയി. 12 മുൻ മുഖ്യമന്ത്രിമാർ BJP-യിലേക്ക് പോയി. 6 സംസ്ഥാന ഭരണങ്ങളെ BJP അട്ടിമറിച്ചു. ഏറ്റവും അവസാനം KC വേണുഗോപാൽ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്ത ഹിമാചൽ പ്രദേശിൽ 6 MLA-മാർ BJP കൊണ്ടുപോയി. അവിടെ നഖ്വി തോറ്റു. ആരുടെ കഴിവാണ്? ലോക്നാഥ് ബെഹ്റയുടെ കഴിവാണോ? അപ്പോൾ നമ്മൾ ലോക്നാഥ് ബെഹ്റ എന്നൊരു രൂപത്തെ അവതരിപ്പിക്കുമ്പോൾ, ഒരാളെ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയ പറയണം. തമിഴ്നാട്ടിൽ BJP-ക്ക് എന്നാ ശേഷിയുള്ളത്? തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് BJP പോയില്ലേ? ഉത്തരാഖണ്ഡിലെ കോൺഗ്രസിൻ്റെ ഏക MP മധു കോട BJP-യിലേക്ക് പോയി ഈയിടെ. മഹാരാഷ്ട്രത്തിലെ ചവാൻ BJP-യിലേക്ക് പോയി, മുൻ മുഖ്യമന്ത്രിയാണ്. ഇതൊക്കെ ഈ ലോക്നാഥ് ബെഹ്റ കൊണ്ടുപോയതാണോ? നമ്മളൊരു കാര്യം പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ആളുകൾ ഈ സമൂഹത്തിനകത്തൊരു വിലയുമില്ലാത്ത നിലയിൽ വർത്തമാനം പറയുകയാണ്. ബഹുമാനപ്പെട്ട നികേഷോട് ഞാൻ പറയുന്നത്, അദ്ദേഹം തെളിവ് തരാമെന്ന് പറഞ്ഞു. ആര്? VD സതീശൻ. ലോക്നാഥ് ബെഹ്റ ഒരു ചാനലിനോട്, ഞാൻ റിപ്പോർട്ടറോട് തന്നെയാണ് തോന്നുന്നു, ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു വസ്തുതാവിരുദ്ധമാണ്, ഞാനതിൽ പ്രതികരിക്കുന്നില്ല, കളവാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു. തെളിവ് കൊണ്ടുവരട്ടെ. സതീശൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ പഴകുളം മധുവിനോട് ചോദിക്കുന്നത്, ഇപ്പം ഈ ചാനൽ ചർച്ചയിൽ ലൈവായിട്ട് സതീശൻ എന്ന് വെളിപ്പെടുത്താൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്രകാരം ഒരു പത്മജ വേണുഗോപാലിനെ കടത്തിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ ഞാൻ സതീശനോട് ആരോപണത്തെക്കുറിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ വെല്ലുവിളിക്കുന്നു. സതീശൻ തെളിവ് തരാമെന്നാ പറഞ്ഞത്. ഞാൻ വേറൊന്നുമല്ല, സതീശൻ തെളിവ് തരാമെന്നതിന്റെ ബൈറ്റ് എൻ്റെ കയ്യിലുണ്ട്. ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ലോ. VD സതീശൻ എന്ന് പറയുന്ന ആള് വിഡ്ഢിത്തരമല്ല പറഞ്ഞത്, മണ്ടത്തരമല്ല പറഞ്ഞത്, അയാൾ സത്യവിരുദ്ധമായ കാര്യമല്ല പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തോട് വെളിപ്പെടുത്താൻ പറയൂ. പഴകുളം മധു പറയൂ, എന്നെ രക്ഷിക്കൂ, ഞാൻ പെട്ടുപോയിരിക്കുന്നു, സതീശ തെളിവ് കൊണ്ടുവരൂ എന്ന് പഴകുളം മധുവിന് വിളിച്ചു പറയാം. അപ്പൊ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന BJP-യിലേക്കുള്ള യാത്രക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉത്തരവാദി. ഇനി ബംഗാളും ത്രിപുരയും കൂടെ പറഞ്ഞേക്കാം. അവസരം തരാം ശ്രീ അനിൽകുമാർ. ശ്രീ സന്ദീപ് അതുകൂടെ പറയണം. അല്ലല്ല, ഇനി എനിക്ക് സമയം തരണ്ട, എനിക്ക് സമയം വേണ്ടെന്ന് ബംഗാളും ത്രിപുരയും പറയണം. അതിന് കാരണം ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാക്കാൻ നടത്തിയ ഏറ്റവും തീവ്രമായ പരിശ്രമം നടത്തിയ കോൺഗ്രസ് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിദ്ധാർത്ഥ ശങ്കർ റായ്? ആരാ സിദ്ധാർത്ഥ ശങ്കർ റായ്? ജ്യോതി ബാസു തോറ്റു എന്ന് വിധി വന്നു 1972. സിദ്ധാർത്ഥ ശങ്കർ റായിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 5 കൊല്ലക്കാലം വരിഞ്ഞിട്ട് കൊലപ്പെടുത്തിയ ചരിത്രം നിങ്ങൾ മറന്നുപോകരുത്. അത് 1972 മുതൽ 77 വരെ, അടിയന്തരാവസ്ഥ വരെ. തീർന്നില്ല കേട്ടോ. അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസും തൃണമൂലും BJP എല്ലാം കൂടിയാണ് ഞങ്ങളുടെ 1000-ഓളം സഖാക്കളെ കൊന്നുകള്ളിയത്. ഞങ്ങളുടെ സഖാക്കളെ കൊന്നുകള്ളി, ഞങ്ങളുടെ പ്രവർത്തകരെ മാനഭംഗം ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ഇല്ലാതാക്കത്തക്ക വിധം പ്രവർത്തിച്ചിട്ട് നിങ്ങൾ അട്ടഹസിക്കുന്നോ? അധീർ രഞ്ജൻ ചൗധരി മുഹമ്മദ് സലീമുമായി സംസാരിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളോട് മത്സരിച്ചത്. ആരാണ് അധീർ രഞ്ജൻ ചൗധരി? ഞാനിപ്പോ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോ ഒരു ടെലിവിഷൻ ചാനലിലെ ഫ്ലാഷ് ഓടുന്ന കണ്ടു. അധീർ രഞ്ജൻ ചൗധരി മുഹമ്മദ് സലീമുമായി സംസാരിക്കുന്നത് പുതിയ ധാരണയ്ക്ക് വേണ്ടി. അതെ, CPM-ന്റെ പുറകെ വന്നിരിക്കുകയാണ്. ഇത്ര നാളും മമതാ ബാനർജി കോൺഗ്രസിന്റെ പുറകെ പോകുന്നുണ്ടല്ലോ. CPM-ന്റെ പുറകെ വന്നിരിക്കുക. അല്ലല്ല, CPM-ന്റെ പുറകെ വന്നിരിക്കുകയാണ്. ബംഗാളിലെ വലിയ പാർട്ടി CPM-ആ. ഇനി ത്രിപുരയിലോ? ത്രിപുര വലിയ പാർട്ടി കോൺഗ്രസാ. ത്രിപുരയിലെ വലിയ പാർട്ടി കോൺഗ്രസ്. നിങ്ങൾ ഏത് ലോകത്തെ ഞാൻ പറയട്ടെ, അവസരം കഴിഞ്ഞിരിക്കുന്നു. ശരി, അന്തസ്സുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു ഒരു കാലഘട്ടത്തിലെ 72 മുതൽ 77 വരെ CPM-നെ കോൺഗ്രസ് ആണ് വേട്ടയാടിയിരുന്നത്.
അക്കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടെന്നേ, അതിലൊന്നും സംശയമില്ല. ഇനിയിപ്പോ അത് ത്രിപുര ത്രിപുരയില് സന്തോഷ് മോഹൻ ദേവ് ത്രിപുരയിലെ സന്തോഷ് മോഹൻ ദേവ് ആയിക്കോട്ടെ സന്തോഷ് മോഹൻ ദേവ് ത്രിപുരയിലെ സന്തോഷ് മോഹൻ സമ്മതിച്ചു. കൊന്നില്ലേ? ശ്രീ സന്ദീപ് വാര്യർ, ത്രിപുര ഞങ്ങൾ കൊന്നില്ലേ? ആ ദിവ്യന്മാർ എന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയാ. സന്ദീപ് വാര്യർ, ഈനെ പൊട്ടിയതും ചെളുക്കിയതും കൊണ്ടുപോയിട്ട് എന്താ കാര്യം? നികേഷ്, ഈ നമുക്ക് ഓരോ രാഷ്ട്രീയ നേതാക്കളെയും കുറിച്ച് പറയുന്ന സമയത്ത് അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ആ ഭാഷ മാറുന്നത് ശരിയല്ല. ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടേതായിട്ടുള്ള ഒരു ടെറൈൻ ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള സ്വാധീന ശക്തി ഉണ്ടായിരിക്കും, അവരുടേതായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യവും പരിചയവും ഉണ്ടായിരിക്കും. അവരിൽ ചിലരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം, ചിലരെ നിങ്ങൾക്ക് അറിയാത്തവരായിട്ടുണ്ടായിരിക്കാം. ധാരാളം കാലമായി അവരുടെ ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം സാമൂഹിക സേവനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിട്ടുണ്ടാകാം. അപ്പൊ അവരുടെ പ്രവർത്തന പാരമ്പര്യത്തെ കുറിച്ച് കൃത്യമായ പ്രവർത്തന പാരമ്പര്യമൊന്നുമല്ല. ഇലക്ഷനിൽ തോറ്റ് നിൽക്കുന്ന കുറെ ആളുകൾ, സ്ഥാനങ്ങൾ കിട്ടാത്ത കുറെ ആളുകൾക്ക് അപ്പുറത്തേക്ക് BJP കൃത്യമായ രീതിയിൽ ആശയാടിത്തറയുള്ള ഒരാളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിച്ചു തന്നാൽ മതി. അല്ല, ഈ അങ്ങനെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ പൊട്ടിയതും ചളുക്കിയതുമാണെന്ന് ആക്ഷേപിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ആളുകൾ സ്വന്തം പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോവുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്തിട്ടുള്ള അവരൊക്കെ പൊട്ടിയതും ചളുക്കിയതായിരുന്നു. രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയത്തിൽ പാർട്ടികൾ മാറാം, പുതിയ പാർട്ടികൾ ഉണ്ടാവാം, മറ്റു പാർട്ടികൾ പോയി ചേരാം. ഇതെല്ലാം സ്വാഭാവികം മാത്രം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ജനാധിപത്യം നൽകുന്നുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച ആളുകളാണ് നമ്മളൊക്കെ. അതല്ലേ നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹനീയത എന്ന് പറയുന്നത്. BJP ഈ കാലഘട്ടത്തിൽ രാജ്യത്ത് ഏറ്റവും അധികം പ്രസക്തിയുള്ള, രാജ്യത്തെ ഏറ്റവും അധികം ജനങ്ങൾ പിന്തുണയ്ക്കുന്ന, ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായും BJPയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ആളുകൾ കടന്നു വരുന്നുണ്ട്. അതൊരു പാർട്ടിയിലെന്നല്ല. ഇവിടെ ഇപ്പോൾ ഒരേ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ പരസ്പരം പോയ ആളുകളുടെ പേരുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നുണ്ടല്ലോ. ഇവർ ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഞങ്ങളിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ CPMന്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ കോൺഗ്രസ്സുകാരുടെ കൂടുതൽ പേര് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പണ്ട് പറയാറുണ്ട് ഈ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്നത് ബജാജ് സ്കൂട്ടറിനാണെന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബജാജ് സ്കൂട്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആക്സിഡന്റിന്റെ എണ്ണം കൂടുതൽ ബജാജ് സ്കൂട്ടറിലായിരിക്കും. ഇവിടെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് CPMനേക്കാൾ കൂടുതൽ വലിയ പാർട്ടിയാണ്. കോൺഗ്രസിൽ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുതൽ വരും. CPM വളരെ ചെറിയ പാർട്ടിയാണ്. CPMൽ നിന്ന് ധാരാളം ആളുകൾ BJPയിലേക്ക് വന്നിട്ടുണ്ട്. CPMന്റെ തന്നെ ജനപ്രതിനിധികളായിരുന്നപ്പോൾ നേരത്തെ ഇവിടെ പേര് സൂചിപ്പിക്കപ്പെട്ട ജ്യോതിർമയി സിക്ദർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പൊ വരുന്ന ആളുകളെ ആക്ഷേപിക്കുന്നതോ അവരുടെ വലുപ്പ ചെറുപ്പം, രാഷ്ട്രീയത്തിൽ അവരുടെ പദവികൾ, അവരൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെ അത് പൊട്ടിയതും ചളങ്ങിയതാണെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ തോറ്റതൊക്കെ പൊട്ടിയതും ചളങ്ങിയതാണെങ്കിൽ ഞാനും നികേഷും ഒക്കെ ആ ഗണത്തിൽ പെടണ്ടേ? ഞാനും നികേഷും തെരഞ്ഞെടുപ്പ് തോറ്റ ആളുകളല്ലേ? നമ്മളെ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പിൽ തോൽക്കുക ജയിക്കുക എന്നുള്ളതല്ല ഒരാളുടെ രാഷ്ട്രീയത്തിലെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരാളുടെ ശേഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ സ്വാഭാവികമായിട്ട് പല കാലഘട്ടങ്ങൾ നടക്കുമ്പോൾ പലതരത്തിലുള്ള ഫലങ്ങൾ പുറത്തു വരും. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, CPMന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോട് രാജ്യത്തെ ജനങ്ങൾക്കുള്ള വലിയ തോതിലുള്ള ആവേശം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തോടുള്ള വലിയ തോതിലുള്ള താല്പര്യം, ഇതൊക്കെ BJPയിലേക്ക് ചേരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ എമ്പാടും നടക്കുന്ന, നിങ്ങളിപ്പോ നേതാക്കന്മാരെ പേരെ പറയുന്നുള്ളൂ, ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ നിങ്ങൾ ഇവിടെ കേരളത്തില് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4ാമത്തെ സന്ദർശനത്തിൽ വരികയാണ്. വലിയ രീതിയിൽ ഹൈപ്പ് കേരളത്തിന് കൊടുക്കുന്നുണ്ട്. നോക്കൂ, അങ്ങനെയുള്ള ഘട്ടത്തിലാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ എന്തൊരു ടെൻഷനാണ് ഓരോ ന്യൂസ് റൂമിലെന്ന് അറിയാമോ? വലിയ ആരൊക്കെയോ വരാൻ പോകുന്നു എന്നുള്ള നിലയിലുള്ള പ്രതീതി സൃഷ്ടിച്ചിട്ട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സ്ഥാനമാനമൊക്കെ കൊടുത്താൽ ലഭ്യമാകുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും, ഇതിപ്പോൾ BJPയുടെ പീക്കാണല്ലോ, BJPക്ക് അതിൻ്റെ വളർച്ചയുടെ കാര്യത്തിനകത്ത് ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും ലഭ്യമാകുന്ന ഏറ്റവും വലിയ വളർച്ച കൈവരിച്ച സാഹചര്യമാണ്. ഇനി ഒരിക്കൽ കൂടി BJPയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള പെർസെപ്ഷൻ സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന, തെരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ തോറ്റ് ഇനി ഒരിക്കൽ കൂടി സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്ന് അവർക്ക് തന്നെ തോന്നുന്ന ആളുകൾ നിങ്ങളെ സമീപിക്കുന്നത്. അതിനപ്പുറത്തേക്ക് BJPക്ക് നിങ്ങളുടെ
ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പിന്നെ താങ്കൾ പറഞ്ഞു ഞാനും താങ്കളും ഒക്കെ തെരഞ്ഞെടുപ്പിൽ തോറ്റതല്ലേ എന്ന്. നോക്കൂ, തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ഒരു ഘടകമേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് സാങ്കേതികമായി സമ്മതിക്കാനും ഞാൻ തയ്യാറല്ല. അതൊരു വ്യക്തിപരമായ മറുപടിയായി പോകും. എങ്കിൽ പോലും എൻ്റെ തെരഞ്ഞെടുപ്പ്, ഞാൻ മത്സരിച്ച തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. സാങ്കേതികമായി ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളല്ല. ആയിക്കോട്ടെ, ഞാൻ അതാ പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റ നേതാക്കന്മാരുണ്ട്, പിന്നീട് ജയിച്ചവരുമുണ്ട്. ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ, ജയിച്ചവരും തോറ്റവരൊക്കെ ഉണ്ട്. ആ ജയിച്ചവരെയും തോറ്റവരെയും ഒക്കെ ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യക്തിപ്രഭാവത്തെയോ അവരുടെ വ്യക്തിശുദ്ധിയെയോ ഒക്കെ നമ്മൾ അളക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. രണ്ട്, BJP-യിലേക്ക് വന്ന ആളുകൾക്കൊന്നും ഒട്ടും പ്രസക്തി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചർച്ചയുടെ കാര്യമില്ലല്ലോ. BJP-യിലേക്ക് കടന്നു വന്നവരൊക്കെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തൊക്കെയോ പ്രാധാന്യമുണ്ട്. BJP-യിലേക്ക് ആളുകൾ പുതുതായി കടന്നു വരുന്നു, അതിനെന്തൊക്കെയോ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വൈകുന്നേരം ഞാനും നിങ്ങളും ഒക്കെ സമയം കളഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലിരിക്കുന്നതും ജനങ്ങൾ ഇത് കാണുന്നതും. രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ച കാര്യം എന്ന് പറയുന്നത് BJP-യിലേക്ക് ആളുകൾ കടന്നു വരുന്നു, നിങ്ങൾ ഇത്രയും ഇങ്ങനെ ആളുകളാണോ കൊണ്ടുവരുന്നത്, പലപ്പോഴും ഞങ്ങൾ ഓവർ ഹൈപ്പ് കൊടുക്കുന്നു, അതാണല്ലോ ഒരു പരാതി പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു, മാധ്യമ സ്ഥാപനങ്ങളുടെ റൂമുകളിൽ വലിയ ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ആക്ച്വലി BJP അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു വിവരവും ഇൻസൈഡ് ഇൻഫർമേഷനും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആ മോദി സർക്കാരിന്റെ ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് എക്സ്പാൻഷന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സത്യപ്രതിജ്ഞയുടെ മുൻപേ ഏതെങ്കിലും ഒരു മാധ്യമത്തിന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ പോർട്ട്ഫോളിയോസ് വേണമെന്ന് വരെ തീരുമാനിച്ചിരുന്ന ഇന്ത്യത്തെ മാധ്യമപ്രവർത്തകരായിരുന്നു. ഭാഗമാണ് അതുപോലെ തന്നെ വിവരങ്ങൾ ചോർന്നു കിട്ടേണ്ട ആ പാർട്ടിയിലെ ഒരു ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടാകണം. അല്ലല്ല, അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ക്യാബിനറ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ പ്രൊഗേറ്റീവ് ആണ്. ആ ക്യാബിനറ്റ് എക്സ്പാൻഷൻ വരെ മാധ്യമങ്ങൾ തീരുമാനിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട സോഴ്സ് കൈകാര്യം ചെയ്ത ആള് തന്നെയായിരുന്നു. നമുക്കൊക്കെ വാർത്തകൾ കിട്ടിയിരുന്നത് ആ പാർട്ടിയിൽ ജനാധിപത്യ ബോധമുണ്ട്, അവിടെ കൂടിക്കാഴ്ചകൾ നടക്കും, കൂടിയാലോചനകൾ നടക്കും. ആ കൂടിയാലോചനകളിൽ ഏതെങ്കിലും ഒരാൾ നമുക്ക് വിവരങ്ങൾ തരും. അതൊക്കെ സ്വാഭാവികമായി. ഇന്നിപ്പോൾ ആരാ കൂടിയാലോചന? ആരോടാണ് കൂടിയാലോചന? ഒരു ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഈ പ്രധാനമന്ത്രി നിശ്ചയിക്കേണ്ട വകുപ്പുകൾ BJP-യിൽ ചർച്ച ചെയ്തിട്ടാണോ തീരുമാനിക്കുന്നത്? അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്തകൾ പുറത്തു വരാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിഷയം അല്ലാതെ എന്തായാലും ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് താങ്കൾ മറുപടി പറഞ്ഞു. ഒരിക്കലും അല്ല, ഞാൻ പറയാം. അല്ല നികേഷ്, എവിടെയാണ് പ്രശ്നമുള്ളത്? വാസ്തവത്തിൽ ജനാധിപത്യമുള്ളത് ഇവിടെയാണ്. കാരണം പ്രധാനമന്ത്രിയാണ് അത് തീരുമാനിക്കേണ്ടയാൾ. പ്രധാനമന്ത്രി പ്രൊഗേറ്റീവാണ്. പ്രധാനമന്ത്രി അത് തീരുമാനിക്കും മുമ്പ് മാധ്യമപ്രവർത്തകർ തീരുമാനിച്ചിരുന്ന കാലമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാലം എന്ന് പറയുന്നത്. ജേക്കബ് ജോർജ് നോക്കൂ, ഇവിടെ ഒരു സെക്കൻഡ് സർ, ശ്രീ ജേക്കബ് ജോർജ്, ആക്സസ് കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പത്മജ പറയുന്നത് എന്നെ എന്നെ ആദ്യം LDF സമീപിച്ചു, പിന്നെ രണ്ടാമത് BJP. കുറച്ചുകൂടി അട്രാക്റ്റീവായി പത്മജയ്ക്ക് തോന്നിയിട്ടുണ്ടാവുക BJP-യുടെ ഓഫറായിരിക്കും. BJP-യിലേക്ക് പത്മജ പോകുന്നു. ഇന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു, എന്നെ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് LDF സമീപിച്ചിരുന്നു എന്ന്. ദല്ലാൽ നന്ദകുമാർ പറയുന്നു, വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി ദീപ്തി മേരി വർഗീസ് അവർ വോട്ട് ചെയ്തതിൻ്റെ VVPAT ഫോട്ടോ എടുത്ത് അയച്ചു തന്നു എന്ന് പറയുന്നു. അങ്ങനെ സാധാരണഗതിയിൽ അത് ഉണ്ടാകാറുണ്ടോ കേരളത്തിൽ? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം, ആറാം തുടങ്ങിയിട്ട് വർഷങ്ങളും പതിറ്റാണ്ടുകളും ആയിരിക്കുന്നു. കേരളത്തിലെ ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലെ നേതാവിനോട് നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കുക, കൂടിയാലോചനകൾ നടക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഓഫറുകൾ തൂക്കി നോക്കുക. ഇതാണ് ഇത്തിരി കൂടുതൽ. ഓട്ടോ സിനിമയിൽ പപ്പു പൈസ തൂക്കി നോക്കി അതിൻ്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കുന്ന പോലെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുതിയതാണോ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, ഞാൻ പറയാം, കേരളത്തിൻ്റെ ചരിത്രം ജനാധിപത്യത്തിൻ്റെ ഒരു സുവർണ ചരിത്രം തന്നെയാണെന്നാണ് എനിക്ക് പറയാൻ താല്പര്യം. കാരണം 1957 EMS ഗവൺമെൻറ്, ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ ഗവൺമെൻറ്, അതിൻ്റെ ഭൂരിപക്ഷം 5 സ്വതന്ത്ര MLA-മാരായിരുന്നു എന്നോർക്കണം. ഒരാളും കാലുവാരിയില്ലല്ലോ. ഒരാളെയും കാലുവാരാൻ അന്നത്തെ കോൺഗ്രസ് പ്രതിപക്ഷം ശ്രമിച്ചില്ലല്ലോ. അതല്ലേ ഏറ്റവും വലിയ സൗന്ദര്യം ജനാധിപത്യത്തിൻ്റെ.
പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നേരിയ ഗവൺമെന്റിനെയാണ് പിരിച്ചുവിട്ടത് കോൺഗ്രസ്. എംഎൽഎമാരുടെ ഭൂരിപക്ഷത്തിനല്ലേ? ജേക്കബ് ജോർജ് പറഞ്ഞോളൂ. ആ അതെ അതെ അതെ, അത് തെറ്റാ. അത് അല്ല, ഒന്നാം സർക്കാർ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ കോൺഗ്രസ്സുകാർ ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ടു. അതുകൂടി പറയണം. അല്ല, അതുകൂടി പറയണം. പിരിച്ചുവിട്ടു. ആദ്യമായി പിരിച്ചുവിട്ടത് അത് പറയണം. അത് പറയാതെ പോരുത്. അല്ല, ഞാൻ എംഎൽഎമാരെ ചാക്കിടുന്ന കാര്യം, വിലയ്ക്ക് വാങ്ങുന്ന കാര്യം ആ വിഷയത്തെക്കുറിച്ചാണ് ഈ കാര്യം പറഞ്ഞത്. ജനാധിപത്യം തീർച്ചയായിട്ടും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ തീരുമാനം തെറ്റാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തീർച്ചയായിട്ടും അത് പോട്ടെ. പക്ഷേ ഇവിടുത്തേക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, രണ്ട് മുന്നണികൾ, ഒരു വശത്ത് കോൺഗ്രസ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് ഇത്തരം ചർച്ചകളിൽ. രണ്ട് മുന്നണികൾ, കോൺഗ്രസ് മുന്നണിയും CPM മുന്നണിയും വളരെ ശക്തമായിട്ട് രണ്ട് ഭാഗത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് BJP. ഒരു പാർട്ടിക്ക് ബലം കുറഞ്ഞെങ്കിൽ മാത്രമേ, പിന്തുണ കുറഞ്ഞെങ്കിൽ മാത്രമേ, ദ്രവിച്ച് ജീർണിച്ചെങ്കിൽ മാത്രമേ BJPക്ക് വളരാൻ കഴിയൂ. ഇതുവരെയും അവർ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞല്ലോ. ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞത് എന്താ? ഹിന്ദുക്കളുടെ വോട്ട് കൂടുതൽ മുഴുക്കൻ കിട്ടിക്കഴിഞ്ഞാൽ ഈസി, നല്ല കണക്കാണ്. പക്ഷേ ആ കണക്ക് അവരെ രക്ഷിച്ചില്ല. കാരണം കേരളത്തിൽ സന്ദീപ് വാര്യരെ ഹിന്ദുക്കളാണ് സംഘപരിവാറിൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എതിരെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പുറകെ പോകുന്നത്. പത്മിനി തോമസ് എന്ന പേരുണ്ട്. തോമസ്, എന്തിനു വേണ്ടിയാണ് തോമസിൻ്റെ പുറകെ പോകുന്നത്? അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പഴകുളം മധു, ഒരു കാര്യം പറയണമല്ലോ, പഴകുളം മധു അതിമനോഹരമായിട്ട്, അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ കേസ് അവതരിപ്പിച്ചു. അനിൽകുമാർ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ പഴകുളം മധുവിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ രേഖപ്പെടുത്തും. അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു. പക്ഷേ പഴകുളം മധു ഒരു കാര്യം ഓർക്കണം, ഇന്ത്യ മുന്നണി ആണ്. കേരളത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ CPM-ഉം ഒക്കെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവരാണ്. BJPക്കെതിരെ ശക്തമായ ഒരു യുദ്ധം, ഒരു ജനപിന്തുണ ഉണ്ടാക്കണമെങ്കിൽ അവിടെ കോൺഗ്രസിൻ്റെ കൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ കൂടെ BJP വിരുദ്ധ ചേരികൾ ഒന്നിക്കണം. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജേക്കബ് ജോർജ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. കേരളത്തില് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നേതാവിനെ പോച്ച് ചെയ്യുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നോ? അതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചോദിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമായിരുന്നോ മുൻകാലങ്ങളിൽ? ഇപ്പോൾ കൂടിക്കാഴ്ചകൾ നടക്കുന്നു, ഓഫറുകൾ വെക്കുന്നു, അതിൽ തൃപ്തി ഉണ്ടാകുന്നു, തൃപ്തി ഇല്ലാതിരിക്കുന്നു, അത് പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം വെളിപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടാകുന്നു. മുൻകാലങ്ങളിൽ അങ്ങനെ വെളിപ്പെടുത്തൽ പോലും കേട്ടിട്ടില്ല. അല്ല, മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. TK മാറിയിട്ടുണ്ട്, ലോനപ്പൻ നമ്പാടം മാറിയിട്ടുണ്ട്. അതൊക്കെ താങ്കൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ലോനപ്പൻ തമ്പാടരൊക്കെ നമ്മൾ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങളാണ്. അത് അന്ന് പണ്ടും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ആൾക്കാർ അതൊക്കെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കുറേ കൗൺസിലർമാരെ തട്ടിക്കൊണ്ടുപോയില്ലേ? അതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ BJPയുടെ സ്വപ്നം സാഫല്യമാകണമെങ്കിൽ BJPക്ക് തന്നെ, അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സന്ദീപ് വാര്യർ, ഞാനെന്ന് പറയട്ടെ, BJPക്ക് സംഘടനാപരമായിട്ട് സ്വയം വളരാൻ കഴിയാത്തത് കൊണ്ടല്ലേ മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ പോച്ച് ചെയ്യുന്നത്? അല്ലേ? അതാണ് അതിൻ്റെ ശരിയെന്നാണ്, രാഷ്ട്രീയമായിട്ട് അതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ കോൺഗ്രസ് സംഘടന ദുർബലമായിട്ടുണ്ട്. ആ ദൗർബല്യത്തെ BJP ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പത്മജ വേണുഗോപാലൊക്കെ പോയത് ആന്റണിയുടെ മകൻ കരുണാകരൻ്റെ മകൾ. എന്താ BJP വിചാരിച്ചത്? അവരെ കാണിച്ചാൽ കേരളത്തിലെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ? അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പുറത്തേക്കുള്ള പാക്കേജ് ആയിരിക്കും. പക്ഷേ രണ്ടുപേരും കേരളത്തിൽ കിടന്നിങ്ങനെ കറങ്ങുക. ഞാനതിനകത്തെ ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുകയല്ല. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം പ്രധാനമാണ്. കേരളത്തിൽ BJPക്ക് വളരണമെങ്കിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് ലാറ്ററൽ എൻട്രി കൊണ്ടല്ലേ BJP ഇത്രക്കായത്? അതെ,
നേരത്തെ അനിൽകുമാർ കണക്കുകൾ നിരത്തി വെച്ചല്ലോ. 12 മുൻ മുഖ്യമന്ത്രിമാരും 117 കോൺഗ്രസ് എംപിമാരും ഒക്കെ പോയി ഇന്ന്. ആ ലാറ്ററൽ എൻട്രി കേരളത്തിൽ അതുപോലെ വിജയിക്കുന്നുണ്ടോ നികേഷ്? ശരി, ശ്രീ പഴകുളം മധു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കോൺഗ്രസ് നേതാക്കള് പലർക്കും ആക്സസബിൾ ആണ് എന്നുള്ളതാണ്. പത്മജ പറയുന്നു, അതിന് തുടർച്ചയായി ദീപ്തി മേരി പറയുന്നു, എന്നെയും ബന്ധപ്പെട്ടിരുന്നു എന്ന്. ആ കാലഘട്ടത്തിൽ അവരൊന്നും തന്നെയും ഇക്കാര്യം പറയുന്നില്ല. ഒരവസരം വരുമ്പോൾ അത് പറയുന്നു എന്ന് വരുമ്പോൾ ശ്രീ പഴകുളം മധു, എല്ലാവരും ഓപ്പൺ ഫോർ സെയിലാണോ? നികേഷേ, എല്ലാ പാർട്ടിയിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, ലോകത്തെല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യയിൽ കോൺഗ്രസിനെ നശിപ്പിക്കുക, കോൺഗ്രസിനെ അതിനെ ബലക്ഷയമുണ്ടാക്കുക, അതിനെ ഇല്ലാതെയാക്കുക EMSന്റെ തിയറിയാണ്. ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ തകർക്കും. ആ തിയറിയാണ് ഇപ്പോഴും ഇവരെ വേട്ടയാടുന്നത്, ഇവരെ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഇവരിതെല്ലാം പറയുന്നത്. ഇപ്പം തന്നെ ഇവർ നേരിടുന്ന ഒരു പ്രധാന ആക്ഷേപം എന്താണ്? എവരാണ് BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്? ആര് വഴി? ലോക്നാഥ് ബെഹ്റ വഴി. എന്തിനാണ് അവരത് ചെയ്യുന്നത്? സത്യത്തിൽ കോൺഗ്രസിൽ നിന്നും ഒരു നേതാവ് BJPയിലേക്ക് പോയി. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിന് പാലം കൊടുക്കുന്നതെന്ന് ഇവിടെ അത് കേൾക്കുന്നു. അത് എന്തുകൊണ്ടാണ്? എവരുടെ ആരോപണം ഉന്നയിച്ചത്. നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുമായിരുന്നു, തെളിവ് തരാമെന്ന് പറഞ്ഞിരുന്നു, തെളിവ് തരാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യം. അത് തെളിവ് ഒക്കെ കൃത്യമായ സമയത്ത് തെളിവ് ഹാജരാക്കും. ലോക്നാഥ് ബെഹ്റ വന്ന് തെളിവില്ലെന്ന് പറയട്ടെ. ഈ സർക്കാരിന്റെ പോലീസ് CCTVയും മറ്റു ഫോണും രേഖകളൊക്കെ പരിശോധിച്ചാൽ തെളിവുകളെല്ലാം കിട്ടുന്നതാണ്. VD സതീശൻ തലയണയ്ക്ക് അടി വെച്ചിട്ട് ഉറങ്ങുകയല്ല തെളിവ്. അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ അനിലെ, പ്ലീസ് അല്ലേ, ഞാൻ നിർത്താം. അനിലെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, 1952 നടന്ന ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ 9% വോട്ട് നേടിയ പാർട്ടിയാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. 2024 നിങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിൽ 2% വോട്ടേ നേടിയിട്ടുള്ളൂ. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ബംഗാളിൽ 35 വർഷക്കാലം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം കോൺഗ്രസിനെ പറഞ്ഞോണ്ടിരിക്കല്ലേ? അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. അന്ധമായ കോൺഗ്രസ് വിരോധം വിട്ട് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിൽ ചെങ്കൊടിയുമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വഴിയിൽ നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ തിരിച്ചറിവെങ്കിലും ഉൾവിളിയെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ വിനീതമായി ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ പഴിയേക്കുന്ന മറ്റൊരു കാര്യം ദല്ലാൽ നന്ദകുമാറാണ്. ഇപ്പം നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിനെ പൊക്കിപ്പിടിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു, ദീപ്തി മേരി വർഗീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ വാഴ്ത്തുന്നു, നിങ്ങളും വാഴ്ത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ സ്വപ്ന ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിച്ചതും വന്നതും കണ്ടതും ചർച്ച നടത്തിയതും ഡീൽ ചെയ്തതും സത്യമാണോ? ദല്ലാൽ നന്ദകുമാർ ഈ പറയുന്നത് സത്യമാണെങ്കിൽ സ്വപ്ന പറഞ്ഞതും ദല്ലാൽ നന്ദകുമാറുമായി ചേർന്ന കാര്യങ്ങൾ സത്യമല്ലേ? അപായത്തിലേക്ക് പോയല്ലേ, അപകടത്തിലേക്ക് പോയല്ലേ? ആറ്റിലേക്ക് അച്ചുതാ ചാടല്ലേ, വീട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. വെറുതെ നാണം കെടല്ലേ അനിൽകുമാറെ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു പെട്ടിരിക്കുന്ന ആപതയം. അനിൽകുമാറെ, നിങ്ങൾക്ക് കോൺഗ്രസിനെ പഴിയാനല്ലോ നേരം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 BJP MPമാർ ബ്രിജേന്ദ്ര സിംഗ് അടക്കം ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ഗുസ്തി താരങ്ങളായിട്ടുള്ള പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച BJPയുടെ കേന്ദ്രമന്ത്രിക്കെതിരായി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ BJP ഒറ്റപ്പെടുത്തിയ ബ്രിജേന്ദ്ര സിംഗ് ഇന്ത്യയിൽ കോൺഗ്രസ് ചേർന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ കഴിയാത്തത്? കോൺഗ്രസിനെ നോവിക്കണം, BJP വളരട്ടെ, തഴച്ചു വളരട്ടെ, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ ഈ നയം നിങ്ങൾ അവസാനിപ്പിക്കാത്ത കാലത്തോളം, നിങ്ങളുടെ 1948 കൽക്കട്ട തീസിസ് എന്താ പറഞ്ഞത്? അധികാര കൈമാറ്റം മാത്രമേ നടന്നിട്ടുള്ളൂ, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കറുത്ത സായിപ്പിന്റെ കയ്യിലേക്ക് വെളുത്ത സായിപ്പ് കൊടുത്തത് നെഹ്റു സാമ്രാജ്യത്തിന്റെ വാദിയാണ്, സാമ്രാജ്യത്തിന്റെ ഏജന്റാണെന്ന് നിങ്ങൾ പറഞ്ഞു. നെഹ്റു സർക്കാരിനെ പുറത്താക്കാൻ സായുധ കലാപം ഉണ്ടാക്കണം നിങ്ങൾ 48 പറഞ്ഞു. നിങ്ങളെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും 48 കൽക്കട്ട തീസിസിന്റെ പര്യമ്പുറത്ത് നിന്ന് കറങ്ങുകയാണ്, കെട്ടിയ കുറ്റിയിൽ കറങ്ങുകയാണ്. അവിടുന്ന് തിരിച്ചു വാ, അത് തിരിച്ചു വരാൻ അനിലിന് കഴിയും. പക്ഷേ നിങ്ങളുടെ നേതാവ് പിണറായി വിജയന് കഴിയില്ല. കാരണം പിണറായി വിജയൻ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വലിയ അപച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതി, അപകടം എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഏർപ്പെട്ട അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയാത്ത കാലത്തോളം നിങ്ങൾക്ക് കേരളത്തിലെ BJPയെ എതിർക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുദ്രാവാക്യം, നിങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക. നിങ്ങൾ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ നിങ്ങൾക്കൊപ്പവുമാണ്. ഞങ്ങൾ നിങ്ങളെ ഒരിക്കലും ഇല്ലായ്മയെ ആഗ്രഹിച്ചിട്ടില്ല. കേരളത്തിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരാണ്, ബംഗാളിനും എതിരായിരുന്നു,
അത് നിങ്ങളുടെ അഴിമതി, നിങ്ങളുടെ അക്രമം, അതൊക്കെയാണ് നിങ്ങളെ എതിരൊക്കെ ഞങ്ങൾക്ക് കാരണം. 47 മുതൽ 42 ശരി, മുതൽ ശരി. നിങ്ങൾ സ്വീകരിച്ച പല നയങ്ങളും ദേശീയതയ്ക്കെതിരായത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റ വാക്കോടെ പറയാം. അതുകൊണ്ട് ഈ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാതിരിക്കണമെങ്കിൽ മണ്ടത്തരം ഉപേക്ഷിച്ച് അന്ധമായ കോൺഗ്രസ് വിരോധം വിട്ട് BJP വർഗീയ ശക്തികൾ എത്തി നോക്കാൻ കഴിയാത്ത ഏക മണ്ണ് ഇന്ത്യയിൽ കേരളമാണ്. അവിടെ നിങ്ങൾ കോൺഗ്രസിനൊപ്പം ചേരൂ, നമുക്ക് അവന്മാരെ ഓടിക്കാം. കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും BJP സ്വീകരിക്കുക എന്തുകൊണ്ടാണ്? BJP-യുടെ നേതാക്കന്മാർ അന്ധമായ വിരോധം കൊണ്ടല്ല, ഇവർ നല്ല നിലപാടല്ല സ്വീകരിക്കുന്നത്. ഇവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശരി, ശ്രമിക്കുന്നു. വ്യക്തമാണ്. ഇവർ ദയവായി ജാതിയും തുടരുക. മതവും ഡോക്ടർ പറഞ്ഞ് അനിൽകുമാർ മറുപടി. ഇന്ത്യയെ നശിപ്പിക്കാൻ മാത്രമല്ല ഈ തെളിവ് ശ്രമിക്കുന്നു. തരാം എന്നൊക്കെ കേരളത്തെ പറയുന്നത് എതിരാണ്. നിങ്ങൾ ഇലക്ഷൻ രംഗത്ത് വരൂ. സമയത്ത് പറയുന്ന കാര്യങ്ങൾക്കൊന്നും തെളിവും തെളിയൊന്നും പോകരുത്. അതൊക്കെ ഇലക്ഷൻ സമയത്ത് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോ അങ്ങനെ ഞാൻ പട്യാലയിലുള്ള പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ MP ഉണ്ടല്ലോ, ഇന്നിപ്പോ കോൺഗ്രസിന്റെ MP ആ ക്രിക്കറ്റ് താരമായിരുന്ന അമരിന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൗർ പട്യാല എന്നുള്ള കോൺഗ്രസിന്റെ MP-യാ. BJP-യിലേക്ക് പോകും. വീണ്ടും പണ്ടേ അതാ പോയതാ. നിങ്ങളെ ലോകനാഥ് ബെഹ്റയെ ഒന്ന് വിളിച്ചൊന്ന് ചോദിക്കേ, ലോകനാഥ് ബെഹ്റയ്ക്ക് പങ്കുണ്ടോ? വീണ്ടും പോയി പട്യാല എന്നുള്ള അല്ല, വീണ്ടും BJP പോയി. വീണ്ടും അതാ പറയുന്നത്. പറയൂ, അതാ ഞാൻ പറയുന്നത്. പറയട്ടെ. നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഒരു കാര്യം കോൺഗ്രസിനെ ചെയ്യ്. നോവിച്ചുകൊണ്ടിരിക്കുക. ലോകനാഥ് ബെഹ്റയെ ഒന്ന് വിളിക്ക്. ഞാൻ കുത്തുകല്ലോ. നിങ്ങൾ ലോകനാഥ് ബെഹ്റയുടെ കഴിവ് വാഴ്ത്തുമ്പോൾ ഈ കാര്യം ലോകനാഥ് ബെഹ്റ അടിഞ്ഞൊന്ന് വിളിച്ചൊന്ന് ചോദിക്കേ. നിങ്ങൾ ലോകനാഥ് ബെഹ്റയാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ തെളിവ് തേടി നടക്കുമ്പോൾ ഇക്കാര്യത്തിൽ ലോകനാഥ് ബെഹ്റയുടെ ബന്ധം കൂടെ അന്വേഷിച്ചേക്ക്. ഞാൻ പറഞ്ഞോട്ടെ സാർ, ദയവായി ഇടപെടരുത്. അല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കും. നിങ്ങളെ കൂടെ കിടന്ന് ഉറങ്ങുന്ന ഞാൻ പറയട്ടെ സാർ. നോ എൻ്റെ സമയമല്ലേ, ഇതെൻ്റെ സമയമല്ലേ സാർ. പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവാണ് സതീശനെങ്കിൽ ലോകനാഥ് ബെഹ്റ നിഷേധിച്ചിട്ടുണ്ട് ഈ വ്യാജ ആരോപണം. പ്രതിപക്ഷ നേതാവിൻ്റെ വ്യാജ ആരോപണം നിഷേധിച്ച പശ്ചാത്തലത്തിൽ അന്തസ്സുള്ള പ്രതിപക്ഷ നേതാവാണെങ്കിൽ നാളെ 10 മണിക്കകം തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു. ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആ പണി നിർത്തിയിട്ട് വേറെ പണി. ഒറ്റ സെക്കൻഡ് ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞ പോലെ എന്റെ സമയം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചോ. എന്റെ സമയത്ത് എന്റെ സമയത്ത് നമുക്ക് സമയമല്ലേ ഉള്ളൂ. 4 പേരുണ്ടല്ലോ, എല്ലാവർക്കും സമയം കൊടുക്കണമല്ലോ. നടക്കൂല. അല്ല, ഈ വെല്ലുവിളി പരിപാടി നടക്കൂല. ഒറ്റ സെക്കൻഡ് പരിപാടിക്കില്ല. ആത്മാർത്ഥമാണെങ്കിൽ ഈ പരിപാടിക്കില്ല. ഈ പരിപാടിക്കാനില്ല. അല്ല, നിങ്ങൾ കൈവച്ചത് ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു ബാക്കി പറയാനുള്ളത് ബാക്കി പറയാണ്ട്. രണ്ടാമത്തെ കാര്യം EMS-ന് മാർക്സിസ്റ്റുകാർക്ക് കോൺഗ്രസ് വിരോധം. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ടായി. ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് സാർ പറഞ്ഞപ്പോൾ ഒരു തെറ്റായ കാര്യം പറഞ്ഞു. കോൺഗ്രസ്സുകാർ MLA-മാരെ പറഞ്ഞ റാഞ്ച നോക്കിയില്ലേ? ഇവരുടെ പാർട്ടി ക്ലാസ് ഞാൻ പാർട്ടി ക്ലാസ്സാണ് പറയണത്. പറഞ്ഞതിന് മറുപടിയാണ് പറയണത്. ഇതെന്ത് ചർച്ചയാണ്? ഞാൻ പിന്നെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ പറഞ്ഞ മറുപടി പറയണ്ടേ? അങ്ങനെ പറ്റില്ലല്ലോ. അല്ലല്ല ഞാൻ പറയുമ്പോ ആവശ്യമില്ലാത്ത സമയം എടുക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും നിശ്ചിത സമയമേ ഞാൻ തരുള്ളൂ. ഞാൻ എവിടെയാണെങ്കിലും കട്ട് ചെയ്യും. ദയവായി തുടരുക അഡ്വക്കേറ്റ് അനിൽകുമാർ, പൂർത്തിയാക്കും. എനിക്ക് ആകെ കിട്ടിയ 2-3 മിനിറ്റ് സമയം. അല്ല കട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കട്ട് ചെയ്തോളൂ. എനിക്ക് വിരോധമില്ല, ഇപ്പൊ തന്നെ കട്ട് ചെയ്തു. കാരണം എന്റെ സമയത്ത് ഇവിടെ വേറെ ആളുകൾ ഇടപെട്ടിട്ടില്ല. അവതാരം മിണ്ടാതിരിക്കുക. നിങ്ങൾ ഇപ്പോഴെ തന്നെ കട്ട് ചെയ്തോ. പറഞ്ഞു ഞാൻ മറുപടി പറയും. ഇല്ല പിന്നെ എന്നെ വിളിക്കരുത്. ഞാൻ പറയാം. EMS എന്തോ കോൺഗ്രസ് വിരോധാന്ന് പറഞ്ഞു. 57 EMS-ന്റെ മന്ത്രിസഭ വന്നപ്പം അന്ന് ഗവർണറായിരുന്ന ആൾ വാങ്ങിച്ചു. എന്ത് ചെയ്തു? ഗവർണറായിരുന്ന അദ്ദേഹം എന്ത് ചെയ്തു? ഗവർണർ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം 5 സ്വതന്ത്ര MLA-മാരെ രാജ്ഭവന് വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? വിരുന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇവിടെ ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ് ചരിത്രത്തെ വളച്ചൊടിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട പഴകുളം മധു ഗംഭീരമായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. ചരിത്രം വളച്ചൊടിച്ചു. നിങ്ങൾ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് വരാതിരിക്കാൻ നോക്കി. എന്നിട്ട് എന്ത് ചെയ്തു? വന്ന ഗവൺമെൻറ്റിനെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും പുറത്താക്കി. മാർക്സിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങ് കോൺഗ്രസ് കെട്ടിപ്പിടിച്ചു. 57 EMS ഗവൺമെൻറ്റിനെ പുറത്താക്കിക്കൊണ്ട്. കൊള്ളാമല്ലോ നിങ്ങളുടെ പരിപാടി. ഇത് പിന്നെ ആരാ കാലുമാറ്റം നടത്തിയത്? 1900 അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയതാരാ? ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ചാൽ ആ കോൺഗ്രസിനെ പിന്നെ ജനങ്ങൾ വെച്ചേക്കുവോ? സഞ്ജയ് ഗാന്ധിയുടെ പരിപാടിയായിട്ട് നടന്നാൽ 5-നുമായിട്ട് നടന്നാൽ നാട്ടുകാർ കോൺഗ്രസ് പാർട്ടിയെ വെച്ചേക്കുവോ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഏറ്റവും ഏറെ വെറുത്തത് കോൺഗ്രസ് പാർട്ടിയെ വെറുക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. പിന്നെ ബാബറി മസ്ജിദ് പൊളിച്ചതോ?
ബാബറി മസ്ജിദ് പൊളിച്ചപ്പം നരസിംഹറാവു മിണ്ടാതിരുന്നതോ? ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളാകെ കോൺഗ്രസിന് പേരിൽ അണിനിരുന്നോ? ബാബറി മസ്ജിദ് പൊളിച്ചപ്പം നരസിംഹറാവു മിണ്ടാതിരുന്നതിൻ്റെ പേരിൽ? നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ചെയ്തിട്ടുള്ള പാതകങ്ങൾക്ക് കണക്കുണ്ടോ? ഞാൻ ചോദിക്കുന്ന വംശഹത്യ പൂർത്തിയാക്കൂ. ഈ BJP-ക്കാരെ വംശഹത്യ പഠിപ്പിച്ചത് കോൺഗ്രസ് അല്ലേ? സിഖ് വംശഹത്യ, സിഖുകാരുടെ കൂട്ടക്കൊല. ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസിന്റെ എല്ലാ പരാജയങ്ങൾക്കും ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സിഖുകാരെ 4000 ആളുകളെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി വെക്കുന്ന കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് ഉപ്പുവെച്ച കലം പോലും ഇല്ലാതായി തീരുന്ന ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ? ആ കോൺഗ്രസ്സുകാർ വന്നിട്ട് ചരിത്ര വിരുദ്ധത പറയുകയാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കോൺഗ്രസ്സുകാർക്ക് പ്രത്യയശാസ്ത്രം പോയി. നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താ പോയത്? ഒന്ന് ഗ്ലോബലൈസേഷൻ നയം എന്ന് പറയുന്നത് BJP-യുടെ നയം കൂടെ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോകേണ്ടത്. BJP-ക്കാർ വാങ്ങിച്ച കൂടെ നിങ്ങളും വാങ്ങിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാങ്ങിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത്തരം കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ പിണറായി വിജയനെ അപമാനിച്ചിട്ട് കാര്യമില്ല. ശരി, ആയിക്കോട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, പ്രധാനമായും നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ഉന്നയിച്ചത് തന്നെയാണ് വിഷയം. കേരളത്തിലെ BJP-ക്ക് സ്വന്തം നിലയിൽ വളരാനാകുന്നില്ല, ഇവിടുത്തെ നേതാക്കളെ ഉപയോഗിച്ച് വളരാനാകുന്നില്ല, ഇവിടുത്തെ പാർട്ടിയിലേക്ക് സ്വയമേവ അതിൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടരായി ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4ാമത്തെ തവണയാണ് ഇലക്ഷനോടടുത്ത് ഇപ്പോൾ കേരളത്തിൽ എത്തുന്നത്. മറ്റൊരു സംസ്ഥാനത്തും അദ്ദേഹം പോയിട്ടുണ്ടാകില്ല. പക്ഷേ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ ഇവിടുത്തെ നേതൃത്വത്തിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ BJP-യുടെ ഐഡിയോളജിയുമായി റെസിപ്രോക്കേറ്റ് ചെയ്യുന്നില്ല. അല്ല, ശ്രീ ജേക്കബ് ജോർജ്, വിത്ത് ഡ്യൂ റെസ്പെക്ട്, അദ്ദേഹം ബൗദ്ധികമായിട്ടുള്ള ഒരു സത്യസന്ധത പുലർത്തുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പറയുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും, കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലത്തെങ്കിലും നമ്മുടെ ഇലക്ട്രൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ തുടർച്ചയായി വളർച്ചയുടെ ഗ്രാഫ് കാണിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത് BJP തന്നെയാണ്. കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷമാണ്. തിരുവനന്തപുരത്ത് പ്രധാന മത്സരം നടക്കുന്നത് BJP-യും LDF-ഉം തമ്മിലാണ് അവിടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. 2ാം സ്ഥാനത്താണ് അവിടെ BJP ഉള്ളത്. കേരളത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2 മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നുണ്ട്, നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്, 1000-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ BJP-ക്ക് ഉണ്ട്. ഇങ്ങനെ വളർച്ചയുടെ ഒരു ഗ്രാഫിലൂടെ തന്നെയാണ് BJP മുന്നോട്ട് പോയിട്ടുള്ളത്. അത് BJP വളരുന്നില്ല, അല്ലെങ്കിൽ BJP-ക്ക് സമൂഹത്തിൽ പിന്തുണയില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ കണ്ണട ചിരുട്ടാക്കലാണ്. കാരണം കേരളത്തിലെ ഏകദേശം പകുതിയോളം വരുന്ന ഒരു വിഭാഗത്തിന്റെ മാത്രം കാര്യമായ പിന്തുണയാണ് BJP കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് BJP-ക്ക് 16% വോട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു വിഭാഗങ്ങളിലേക്ക് കൂടി പെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ നല്ല ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളോടോ ഞങ്ങൾ മറ്റു ഇതര വിഭാഗങ്ങളോടോ അവരുമായി ഔട്ട്റീച്ച് നടത്തുന്നതിലും അവരെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അതല്ലേ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? അതിലിങ്ങനെ കൊതിക്കറിവ് കാണിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ജേക്കബ് ജോർജിനെ പോലുള്ളവർക്ക് ഇങ്ങനെ വൈകുന്നേരം ചർച്ചയിൽ വന്നിരുന്നിട്ട് BJP വളരുന്നില്ല, BJP-ക്ക് ഒന്നും ആവുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞിരുന്നത് കൊണ്ട് എന്തെങ്കിലും സുഖം കിട്ടുമെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞങ്ങളിലേക്ക് ആളുകൾ കടന്നു വന്നുള്ളത് കേവലം മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും മാത്രമൊന്നുമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ മാത്രം സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഉള്ള എത്രയോ ആളുകൾ BJP-യിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നിരവധി സിവിൽ സർവൻസ് ആയിട്ടുള്ള ആളുകൾ, IAS ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ IPS-കാർ, അതുപോലെ തന്നെ മെട്രോമാൻ ശ്രീധരനെ പോലെയുള്ള ആളുകൾ, രാജ്യം ആദരിക്കുന്ന ആളുകൾ BJP-യിൽ കടന്നുണ്ട്. ലാറ്ററൽ എൻട്രി ആയിട്ട് വന്നിട്ട് കേവലം ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എന്ന് മാത്രമൊന്നുമല്ല, നിങ്ങൾ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം 1ാം തരം ഒരു എന്റർപ്രണർ മാത്രമല്ല, അതിനൊരു ഇന്റലിൽ ചിപ്പ് ഡിസൈൻ ചെയ്തിരുന്ന ആളാണ്. അതുപോലെയുള്ള ഒരാളെ മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിന്ന് കാണിച്ചു തരാൻ സാധിക്കുമോ? BJP-യുടെ കേന്ദ്ര മന്ത്രിസഭ നിങ്ങളെടുത്ത് പരിശോധിക്കുക. ആ മന്ത്രിസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടുള്ള ആളുകൾ നിങ്ങൾ പരിശോധിക്കുക. ഓരോ ഫീൽഡിലും എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നത്. റെയിൽവേ നോക്കുന്ന ആരാണ്? അശ്വിനി വൈഷ്ണവ്, അദ്ദേഹം എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലുള്ളത് എക്സ്പെർട്ട് ആയിട്ടുള്ള ജയശങ്കർ ആണ്. അതുപോലൊരു ധൈര്യം എവിടെയാ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ? ഞങ്ങൾ അങ്ങനെ ശ്രേണിയുള്ള ആളുകളെ, ഒരു സെക്കൻഡ്, അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. ഞങ്ങൾ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ ശ്രേണിയുള്ള നിരവധി ആളുകൾ, സ്പോർട്സ് രംഗത്തുള്ള ആളുകൾ BJP-യുടെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ലല്ല, നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്തിന് സേവനം ചെയ്യാൻ താല്പര്യമുള്ള ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം BJP നൽകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരുടെ കഴിവ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഞങ്ങളുടെ പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തെത്താൻ ഒരു കുടുംബത്തിൽ ജനിക്കേണ്ട കാര്യമില്ല, മനസ്സിലായല്ലോ?
പാർട്ടിയുടെ നേതൃത്വം മുഴുവൻ ഒരു കുടുംബത്തിന് തെറി എഴുതിയ ആളുകളാണ് ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല, തികഞ്ഞ ജനാധിപത്യ ബോധമുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിലെ പരിപാടി പോലെ ഏതെങ്കിലും ഒരു കുടുംബം നിശ്ചയിക്കുന്ന കാര്യങ്ങളല്ല BJP നടക്കുന്നത്. അല്ല, ഞാൻ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങളുണ്ട്, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഈ രാജ്യത്തിന്റെ ശരി ശരി പൂർത്തിയാക്ക സന്ദീപേ, സമയമില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ, കഴിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഒരു സെക്കൻഡ് രാജ്യത്തെ അല്ലല്ല, ഒരു സെക്കൻഡും ഇല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. പറ്റില്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ രാജ്യത്ത് ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഏത് സമൂഹത്തിന്റെ ഏത് ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് BJP കടന്നു വരാതിരുന്നിട്ടുള്ളത്? നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ മാത്രം കണക്കെടുക്കുന്നുള്ള പ്രശ്നമാണ്. രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ, കായിക മേഖലയിൽ PT ഉഷയെ പോലെയുള്ള ഒരാളെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല? ജ്യോതിർമയ് സിക്ദർ എങ്ങോട്ടാ കടന്നു വരുന്നത്? അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ കായിക രംഗത്താണെങ്കിലും കലാ സാംസ്കാരിക രംഗത്ത് നിന്നാണെങ്കിലും സിനിമയിൽ നിന്നാണെങ്കിലും അതെങ്ങനെയാണ് ഈ പറയുന്ന PT ഉഷയൊക്കെ തന്നെയും അവരൊക്കെ പല ഐഡിയോളജിയുമായി ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളവരാണ്. അവര് ഇപ്പോ BJPയുടെ കയ്യിലാണ് അധികാരമുള്ളത്. താങ്കൾ നേരത്തെ പറഞ്ഞു അതെങ്ങനെയാ BJPയിലേക്ക്? അല്ല നികേഷ്, ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. അല്ലല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രത്യേക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാള് ഒരു സമൂഹത്തെ സേവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി അധികാരത്തിന്റെ ഭാഗമായോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അധികാരമോഹമുണ്ട് എന്നുള്ളതാണോ നികേഷ് വിവക്ഷിക്കുന്നത്? അപ്പൊ അതൊക്കെ അധികാരമോഹികളായിട്ട് BJPയിൽ ചേരുന്ന ആളുകളിലെ മഹാഭൂരിപക്ഷവും പല കേസുകളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ തന്നെയാണ് സന്ദീപ്. അത് വളരെ കൃത്യമായി നമുക്കൊക്കെ എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണ്. BJP ആണ് ഇപ്പൊ അധികാരത്തിൽ. ഒരു ബോധ്യമില്ല. ഈ അയാറാം ഗയറാം രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നത് ആ പാർട്ടി. നികേഷ്, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ ജനാധിപത്യത്തിൽ ഇത്തരത്തിൽ ആളുകൾ പാർട്ടികൾ മാറുന്നത് സ്വാഭാവികമുള്ള കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇനി അനിൽ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയട്ടെ. അനിൽ പറഞ്ഞത് കോൺഗ്രസ് ആണ് BJP എന്തോ കലാപം പഠിപ്പിച്ചത്. എന്ത് അർത്ഥമുള്ള കാര്യമാണ്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ കലാപങ്ങളും നടത്തിയിരുന്നത് മാരി ജാപ്പിയിലെ കൂട്ടക്കൊല. ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഹിന്ദു ദളിതുകളെ കൂട്ടക്കൊല ചെയ്ത പാർട്ടി CPM ആണ്. 50,000 പേരെയാണ് നിങ്ങൾ 79 കൂട്ടക്കൊല ചെയ്തത് ബംഗാളിലെ മാരി ജാപ്പിയിൽ. നിങ്ങൾ മൂടി വെച്ചുള്ള കൊലപാതകം, നന്ദിഗ്രാമിൽ പാവപ്പെട്ട മുസ്ലിം കർഷക സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ടുള്ള പാർട്ടിയുടെ പേര് നന്ദിഗ്രാമിൽ പാവപ്പെട്ട അല്ലല്ല, ഒരു കള്ളമല്ല. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്. നന്ദിഗ്രാമിൽ മുസ്ലിം സ്ത്രീകളെ അല്ലല്ല, നന്ദിഗ്രാമിൽ മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചതാരാ? നന്ദിഗ്രാമിൽ മുസ്ലിം സ്ത്രീകളെ കൊന്നു കുഴിച്ചതാരാ? നന്ദിഗ്രാമിൽ സന്ദീപിന്റെ 30 സെക്കൻഡ്. നന്ദിഗ്രാമിൽ നിങ്ങളല്ലേ മുസ്ലിം കർഷക സ്ത്രീകളെ കൊന്നത്? അനിലിനോട് ഒറ്റ കാര്യം, അനിലെ സന്ദീപേ, അനിലെ നിങ്ങൾ VD സതീശനെ വെല്ലുവിളിക്കാൻ യോഗ്യനല്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതിനുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ നിങ്ങൾ പിണറായി വിജയനോട് പറ, VD സതീശനുമായി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അവരാണല്ലോ സെയിം സ്റ്റേച്ചർ. പിണറായി വിജയൻ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞങ്ങൾ VD സതീശനെ ഒരുക്കി നിർത്തി തരാം. തന്റെ ഇടമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? തന്റെ ഇടമുണ്ടോ CPM? അപ്പൊ BJP സന്ദീപിനോട് ഒറ്റ കാര്യം, സന്ദീപേ, പഴകുളം മധുവിനും അനിലിനും പോലെ പറഞ്ഞു പോകാനാണ് ചർച്ച. അല്ലല്ല, അങ്ങനെയൊന്നും പറ്റില്ല. പഴകുളം മധുവിന് ഇഷ്ടം പോലെ തോന്നിയത് പോലെ സംസാരിക്കാനാണ് ചർച്ച. അനിലും പഴകുളം മധുവും ഇഷ്ടം പോലെ എന്തും സംസാരിക്കും. അല്ല, അനിൽ ഞാൻ പറയുന്ന സമയത്ത്
ഞാൻ അല്ല മാരിജാപ്പി കൊലപാതകവും നന്ദിഗ്രാമിൽ വി. ഡി. നിങ്ങൾ സതീശനെ ഇല്ല നിങ്ങൾ പറയുന്നത് നന്ദിഗ്രാമിൽ നിങ്ങൾ മുസ്ലിം ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. അത് ഓൺ എയർ പോയതാണല്ലോ. താങ്കൾ പറയുന്ന കാര്യം ആളുകൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. അക്കാര്യത്തില് അൽകുമാറിന്റെ മറുപടി കേട്ടു. ഇനി അൽകുമാർ പഴകുളം മധുവിന് മറുപടി. അല്ല എവിടെ അനില് തടസ്സപ്പെടുത്തിയത് ഞാൻ തടസ്സപ്പെടുത്തുകയല്ല ചെയ്തത്. കള്ളമാണെങ്കിൽ നിങ്ങൾ മാരിജാപ്പിൽ ഹിന്ദു ദളികളെ സന്ദീപ് ഒരു കാര്യം പറഞ്ഞു. അക്കാര്യത്തില് ഒറ്റ വാചകത്തില് അൽകുമാർ മറുപടി പറഞ്ഞു. അക്കാര്യത്തിൽ പിന്നെയും ചർച്ച തുടരില്ലേ? അൽകുമാറിനോട് പഴകുളം മധു പറഞ്ഞ കാര്യത്തിന് പഴകുളം മധു പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി പഴകുളം മധു എന്താണ് പിണറായി വിജയൻ വി. ഡി. സതീശനുമായി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നായിരുന്നു ചോദ്യം. അഡ്വക്കേറ്റ് അൽകുമാർ കൃത്യമായ ഉത്തരവുണ്ട്. കേരള നിയമസഭയിൽ പരസ്യമായ സംവാദമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഉത്തരവുണ്ട്. വി. ഡി. സതീശനോട് ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്നു. നിങ്ങൾ തെളിവ് തരാമെന്ന് പറഞ്ഞാൽ തെളിവ് ഹാജരാക്കൂ. പൊതുമണ്ഡലത്തിൽ തെളിവ് ഹാജരാക്കൂ. അന്തസ്സുള്ളയാളാണ് സതീശനെങ്കിൽ നാളെ രാവിലെ 10 മണിക്കകം തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു. റിപ്പോർട്ടർ ചാനലിലൂടെ പരസ്യമായി തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു. പരസ്യമായി തെളിവ് ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു. തെളിവുകൊണ്ടുവാ. മിസ്റ്റർ തെളിവ് കൊണ്ടുവരും. ജേക്കബ് ജോർജ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ചാണ്. സന്ദീപ് വാര്യർ നേരത്തെ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ച് പറയുകയും ചെയ്തല്ലോ. താങ്കൾക്ക് മറുപടിയായിട്ട് കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിലോ അല്ലെങ്കിൽ അവര് A+ സീറ്റുകൾ എന്ന് കരുതുന്ന 5 സീറ്റുകളിലോ വിജയ സാധ്യത ഇപ്പോഴും ഉണ്ടോ? ഇത്രയധികം ആളുകൾ ഒഴുകുന്നു എന്നാണല്ലോ കണക്ക്. അല്ല, സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചിട്ട് കാര്യമില്ല. കാരണം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ പോലും എല്ലായിടത്തും ആയിട്ടില്ല, എല്ലായിടത്തും നിരന്നിട്ടില്ല. പക്ഷേ കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം വളർന്നുകൊണ്ടിരിക്കുകയാണ്, സംശയമൊന്നുമില്ല, വളരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അതുപോലെ പലയിടത്തും പഞ്ചായത്തുകളിലൊക്കെ ഭരണം എടുത്തിട്ടുണ്ട്. പക്ഷേ 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ബി ജെ പിയുടെ പൂർവ്വരൂപമായ ഹിന്ദുമുന്നണി മത്സരിച്ചപ്പോൾ 19.80% വോട്ട് അവർക്ക് കിട്ടിയിരുന്നു. കുമ്മനം രാജശേഖരനാണ് നേതൃത്വം കൊടുത്തത്. കേരളവർമ്മ രാജ മത്സരിച്ചു, സ്ഥാനാർത്ഥിയായി. 3ാം സ്ഥാനത്തേ വന്നുള്ളൂ. പക്ഷേ 19.80% വോട്ട് തിരുവനന്തപുരത്ത് നേടിയിരുന്നു. അതെവിടെ നിൽക്കുന്നു ഇപ്പോൾ? തിരുവനന്തപുരത്ത് അത്രയും വോട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും വളർച്ച എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസംബ്ലിയിൽ പ്രാതിനിധ്യം വേണം, നിങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം വേണം. അതുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ എൻ്റെ ചോദ്യമുള്ളൂ. സന്ദീപ് വാര്യർ, ബി ജെ പി ജൈവപരമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും വളർന്നത് എങ്ങനെയാണ്? ഒരണ സമരം മുതൽ 58 ഒരണ സമരം മുതൽ അതിന് നേതൃത്വം കൊടുത്ത ആന്റണി മുതലുള്ള നേതാക്കന്മാർ വളർത്തിയെടുത്തൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിശക്തമായ സമരങ്ങളിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം കൊണ്ട് വളർന്നു വന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ 2 പാർട്ടികളുടെ മുന്നണിക്കിടയിൽ നിങ്ങൾ സ്പേസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടേതായ പ്രവർത്തന രീതി കൊണ്ടാണ്, അല്ലാതെ വർഗീയത പറഞ്ഞിട്ടല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ക്രിസ്ത്യാനികളെ കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയില് പക്ഷേ ഈ പറയുന്നുള്ള പോച്ചിങ്ങും ലാറ്ററൽ എൻട്രികളും നടക്കുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വളർച്ചയ്ക്ക് സഹായകരമാവുക എന്നുള്ളത് നമ്മൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ, അതിലൂടെ അറിയാൻ കഴിയും. ക്ഷമിക്കണം ശ്രീ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നന്ദി, പഴകുളം മധു, ഒപ്പം തന്നെ സന്ദീപ് വാര്യർ, ജേക്കബ് ജോർജ് നന്ദി സഹകരിച്ചതിന്. ഇനി Debate with M.V. Nikesh Kumar.